നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായുള്ള മുൻവർഷ LDC ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ LDC പരീക്ഷയായ 2017 മുഴുവൻ GK ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 69/2017 LDC 2017 തിരുവനന്തപുരം മലപ്പുറം എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളുടെ 5ാം ഭാഗമാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ആൻസർ ഓപ്ഷൻ എ നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ആൻസർ ഓപ്ഷൻ എ ഹിമാദ്രി. ഡൽഹി സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ഡി അടിമ, ഗിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി തുളുവ. കബിനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ ബി കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആൻസർ ഓപ്ഷൻ ഡി അസം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി KM പണിക്കർ. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ സി കൽപ്പാക്കം, കർണാടകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രി? ആൻസർ ഓപ്ഷൻ സി ചൗ എൻലായ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ എ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം. 16ാമത്തെ ക്വസ്റ്റ്യൻ എക്സാം നടന്ന സമയത്തെ കറണ്ട് അഫെയർ ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ബ്രസൽസ്. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ബഹദൂർ ഷാ സെക്കൻഡ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാര്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ. 22ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്, എന്നാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആശ്രയ.
ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1993. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വിമോചന സമരം നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1959. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം നടത്തിയത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. വിമോചന സമരം എന്ന ആശയം കൊണ്ടുവന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. കേരളത്തിൽ വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഇനി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ വർഷം കറക്റ്റായി പഠിച്ചിരിക്കണം, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്ചി കലാപം. കുറിച്ചി കലാപം നടന്നത് 1812. ചാന്നാർ ലഹള നടന്ന കാലഘട്ടം 1813 മുതൽ 1859. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. വർഷം 1930. 1930 പയ്യന്നൂരിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936, നടന്ന ജില്ല തൃശ്ശൂർ. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് 1942. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കരിവള്ളൂർ സമരം നടന്നത് 1946. മൊഴാറ സമരം നടന്നത് 1940. അതിന് നേതൃത്വം നൽകിയത് KPR ഗോപാലനാണ്. രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയനാണ്. വർഷം 1938. കല്ലറ പാങ്ങോട് സമരം 1938. നേതൃത്വം നൽകിയത് കൊച്ചാപ്പി പിള്ള. മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് IK കുമാരൻ മാസ്റ്ററാണ്. 1954 മയ്യഴി വിമോചന സമരം നടക്കുന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. നേതൃത്വം നൽകിയത് ME നായിഡുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരള സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കുടിയേറ്റക്കാരുടെ ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കിയിൽ കൂടുതൽ പൈനാപ്പിൾ ഉണ്ടെന്ന് ഓർത്താൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി മാറിപ്പോൻ ചാൻസുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. രണ്ടും മാറിപ്പോരുത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കിയും ശിശു സൗഹൃദ ജില്ല എറണാകുളവുമാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. രാജ്യത്തെ ആദ്യ ശില്പനഗരമായി പ്രഖ്യാപിതമായ സ്ഥലം കോഴിക്കോടാണ്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയത് അതായത് 1920 കോഴിക്കോടാണ്. രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായതും കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലം. ഏഷ്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രമാണ് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് വയനാട്. ഇതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒന്ന് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനവും പിന്നെ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി, ശിശു സൗഹൃദ ജില്ല എറണാകുളം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവനാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷനും നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനാഗിരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ചത് 1984 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ആൻസർ ഓപ്ഷൻ ബി ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺസ്റ്റൺ സ്ട്രോണിയാണ്. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വച്ചത് ലൂയിസ് ഡി ബ്രോളിയാണ്. ഒരാറ്റത്തിൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ എന്നാണ്. ഓർബിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഷെല്ല്. ഒരു ഓർബിറ്റിൽ ഇല്ലെങ്കിൽ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് K, L, M, N എന്നിങ്ങനെയാണ്. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് ഓർബിറ്റൽ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുകൊണ്ടാണ് ആറ്റത്തിലെ ID കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ പ്രോട്ടോണിനെ വിശേഷിപ്പിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്തതാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ്
ന്യൂട്രോൺ. ഒരാറ്റത്തിൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോണും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അത് PSC ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയൊരു ക്വസ്റ്റ്യനാണ്. ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ക്യാപിറ്റൽ ലെറ്റർ Z ആണ്. ആറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് ആറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആറ്റോമിക നമ്പർ പറഞ്ഞിരുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ആറ്റോമിക മാസ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡും ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് J.J. തോംസനാണ്. ഒന്നുകൂടി പറയാം, ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് J.J. തോംസനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ മറ്റ് അയിരുകളാണ് മാഗ്നറ്റൈറ്റും അയൺ പെറൈറ്റീസും. ഒരു ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഗ്യാങ്. ഒരു ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കാൻ സഹായിക്കുന്നത് ഫ്ലെക്സ്. ഗ്യാങ്ങും ഫ്ലെക്സും ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാങ്. ഒന്നുകൂടി പറയാം, ഒരു ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ് ഗ്യാങ്. ഒരു ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കാൻ സഹായിക്കുന്നതാണ് ഫ്ലെക്സ്. ഗ്യാങ്ങും ഫ്ലെക്സും ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാങ്. ഇതുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കോപ്പറിൻ്റെ അയിര് മാലക്കൈറ്റ്. ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹമാണ് അലൂമിനിയം. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ഇൽമനൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? EM അഥവാ ലെഡ്. ഒന്നുകൂടി പറയാൻ, കോപ്പറിൻ്റെ അയിര് മാലക്കൈറ്റ്. ബോക്സൈറ്റ് സംസ്കരിച്ചു കൊണ്ടുണ്ടാക്കുന്ന ലോഹമാണ് അലൂമിനിയം. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ഇൽമനൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? EM അഥവാ ലെഡ്. അലൂമിനിയത്തിൻ്റെ പ്രധാന ധാതുക്കൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അയണിൻ്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി 18. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ലാവോസിയറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി 18. പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ലാവോസിയർ. മൂലകങ്ങളെ ത്രിഖണ്ഡങ്ങളാക്കി വർഗീകരിച്ചത് ഡൊബ്രൈനർ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടാംഗ നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് മെൻഡലീഫ്. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെൻറി മോസ്ലി.
ക്രമവർത്തന നിയമം ആവിഷ്കരിച്ചത് മെൻഡലീഫ്. ആധുനിക ക്രമവർത്തന നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോത്തർ മേയർ. മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ അവരോഹണ ക്രമത്തിലാണ്. ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ആകെ മൂലകങ്ങളുടെ എണ്ണം 118. ആകെ ഗ്രൂപ്പുകൾ 18. പീരിയഡുകൾ 7. ബ്ലോക്കുകൾ 4 SPDF എന്നിങ്ങനെയാണ് ഈ 4 ബ്ലോക്കുകൾ. എസ് ബ്ലോക്കിൽ അടങ്ങിയിരിക്കുന്നത് 1, 2 ഗ്രൂപ്പുകളാണ്. പി ബ്ലോക്കിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. ഡി ബ്ലോക്കിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളുമാണ് അടങ്ങിയിരിക്കുന്നത്. ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 1-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഒന്നുകൂടി പറയാം. 1-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം. റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹമാണ് സീസിയം. മൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ലിഥിയം. 2-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒന്നുകൂടി പറയാം. ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റോഡിയം. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. പീരിയോഡിക് ടേബിളിൻ്റെ 101-ാമത്തെ മൂലകത്തിൻ്റെ പേരാണ് മെൻഡലീവിയം. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ആവർത്തന പട്ടികയിലെ 1-ാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് സീസിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്വസനത്തിനുപയോഗിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് 21%. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. ആസിഡ് ഉണ്ടാകുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. ഇനി നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് നോക്കാം. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജനാണ്. അപ്പോൾ സൂര്യനിലും പ്രപഞ്ചത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകവും ഹൈഡ്രജനാണ്. സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനും സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനുമാണ്. ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജനെ കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു ജോസഫ് പ്രീസ്ലിയാണ്. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജന് ആ പേര് ലഭിച്ചത്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. ഓക്സിജനും ഹൈഡ്രജനും ആ പേരുകൾ നൽകിയത് ലാവോസിയറാണ്. ഭാവിയുടെ ഇന്ധനം, ഹരിത ഇന്ധനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. റോക്കറ്റിലെ ഇന്ധനം PSC ചോദിക്കാറുണ്ട്. ദ്രവ ഹൈഡ്രജൻ അല്ലെങ്കിൽ ദ്രവ ഓക്സിജൻ. ഹൈഡ്രജൻ്റെ പ്രധാന ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം,
ട്രീഷ്യം. ഒന്നുകൂടി പറയാം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഡ്യൂട്ടീരിയവും ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് നൈട്രജൻ. നൈട്രജൻ 78.05% ഉണ്ട്. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജനാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് നമ്മൾ പറഞ്ഞിരുന്നു 21%. അന്തരീക്ഷവായുവിലെ ഓക്സിജൻ്റെ ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ അന്തരീക്ഷവായുവിലെ ഓക്സിജൻ്റെ ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. സസ്യവളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. ഇടിമിന്നലിലൂടെയാണ് നൈട്രജൻ സംയുക്തങ്ങളായി മണ്ണിൽ എത്തിച്ചേരുന്നത്. ഹീലിയം കണ്ടെത്തിയത് പിയറി ജെ ജോൺസൺ ആണ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്സിജൻ വ്യാവസായികമായി ഉണ്ടാക്കുന്നത് ദ്രവീകരിച്ച അന്തരീക്ഷവായുവിലെ അംശിക ഛേദനം വഴിയാണ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ ചേരുന്ന രൂപാന്തരമാണ് ഓസോൺ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16 എന്ന് പറഞ്ഞിരുന്നു. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ രൂപീകരണത്തിന് സഹായിക്കുന്ന സൗരവികിരണമാണ് അൾട്രാവയലറ്റ്. അതായത് ഓസോണിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന വികിരണമാണ് അൾട്രാവയലറ്റ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന സംയുക്തമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്ന CFCയിലെ ഘടകമാണ് ക്ലോറിൻ. അന്തരീക്ഷവായുവിലെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. നമ്മൾ പറഞ്ഞിരുന്നു അന്തരീക്ഷവായുവിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണെന്ന്. നൈട്രജനിൽ ഏത് തരം ബന്ധനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ത്രിബന്ധനം.